ആലപ്പുഴ നഗരസഭയിൽ വികസന രേഖ മുന്നോട്ട് വെച്ച് സ്വതന്ത്രൻ. വികസന രേഖ നടപ്പാക്കുന്നവർക്ക് പിന്തുണ നൽകുമെന്ന് മംഗലം വാർഡിൽ സ്വതന്ത്രനായി ജയിച്ച ജോസ് ചെല്ലപ്പൻ 24 പറഞ്ഞു. LDF-നും UDF-നും വികസന രേഖ കൈമാറി. എൻ്റെ ഉള്ളിലൊരു സ്വപ്നങ്ങളുണ്ട്. ആലപ്പുഴ എങ്ങനെ ആകണം, അല്ലെങ്കിൽ നമ്മൾ ജനിച്ച നാട് എങ്ങനെ ആകണം. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഇഷ്ടം. പണം എന്ന് പറയുന്നത് ഒരു തന്നെ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചാൽ തീർന്നു. പക്ഷേ നമ്മൾ കൊണ്ടുവരുന്ന പ്രോജക്റ്റ് ഒരു ലൈഫ് നിന്ന് കഴിഞ്ഞാൽ അടുത്ത തലമുറക്ക് അത് ഉപകാരപ്പെടുമ്പോൾ നമുക്ക് അത് കണ്ടൊന്ന് സംതൃപ്തിപ്പെടാനുള്ളൊരു അതാണ് നമ്മുടെ പൊതുജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അതാണ്. സത്യത്തിൽ അത് തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ പണവോ അല്ലെങ്കിൽ പദവിയോ ഒന്നുമല്ല. നമുക്കിപ്പോൾ ഇപ്പോൾ 2 കൂട്ടരും പറയുന്ന പോലെ വൈസ് ചെയർമാൻ തരാം, അല്ല അത് രണ്ടാമത്തെ കാര്യമാണ്. ഈ ഭരണ സംവിധാനം വരുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് നാടിൻ്റെ അല്ലെങ്കിൽ നഗരത്തിൻ്റെ വികസനമാണ്. അതാണ് നടപ്പിലാക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്ത് രീതിയിലും ഒരു വിട്ടുവീഴ്ചയില്ല മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കൊരു സെറ്റിൽമെൻ്റ് അല്ല നമ്മുടെ ആവശ്യം. നമ്മളെ ആഗ്രഹമുണ്ട്. നമ്മൾക്ക് നിയോഗമായിട്ട് ഈശ്വരൻ തന്ന പോസ്റ്റ് ഇവരുടെ ഭാഗമായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അത് ഏത് പാർട്ടിയെന്നല്ല. അപ്പോൾ ഏത് പാർട്ടിയുടെ കൂടെ നിന്നാലും നമ്മുടെ തീരുമാനം ഇതാണ്. നഗരസഭാ ഭരണം പിടിക്കാൻ സ്വതന്ത്ര നിലപാട് നിർണായകമാണെന്ന് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. പറയൂ അശ്വിൻ. വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ ജോസ് ചെല്ലപ്പൻ്റെ വാക്കുകൾ കേട്ടു. ആലപ്പുഴ മംഗലം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച ആളാണ് ജോസ് ചെല്ലപ്പൻ. എങ്ങനെയാണ് ജോസ് ചെല്ലപ്പൻ ആലപ്പുഴയിൽ നിർണായക ഘടകമാകുന്നതെന്ന് പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അത് ആലപ്പുഴ നഗരസഭയിൽ ആകെ 53 സീറ്റുകളാണുള്ളത്. അതിൽ 23 ഇടത്ത് UDF ജയിച്ചു, 22 ഇടത്ത് LDF ജയിച്ചു, ബാക്കി 5 ഇടത്താണ് NDA ഉള്ളത്. പിന്നീടുള്ളത് SDP 1, PDP 1, പിന്നീടുള്ളത് ഈ മംഗലം വാർഡിൽ വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ഇതിൽ PDP-യുടെ പിന്തുണ ഏറെക്കുറെ LDF വാങ്ങിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ UDF-ഉം LDF-ഉം 23 എന്നുള്ള സീറ്റ് നിലയിലെത്തും, അതായത് സമനിലയിലെത്തും. അപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ പ്രശ്നമാകുന്നത്. അപ്പോൾ ഒരാളുടെ പിന്തുണ കൂടി ഇരു മുന്നണികൾക്കും ആവശ്യമാണ്. ആ ഒരാളാണ് ജോസ് ചെല്ലപ്പൻ. നിലവിൽ SDP-യുടെ പിന്തുണ വേണ്ട എന്ന് 2 മുന്നണികളും പരസ്യമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അവിടെ പ്രധാന ഘടകമാവുന്നത് ജോസ് ചെല്ലപ്പനാണ്. ജോസ് ചെല്ലപ്പനെ ഒപ്പം നിർത്താൻ വൈസ് ചെയർമാൻ സ്ഥാനം അടക്കം പല വാഗ്ദാനങ്ങളും ഇരു മുന്നണികളും നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ജോസ് ചെല്ലപ്പൻ ഈ മുന്നണികൾക്ക് മുന്നിലേക്ക് വെക്കുന്ന ഡിമാൻഡുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. വർഷങ്ങളായി ആലപ്പുഴയിൽ ഒന്നുമല്ലാതെ കാട് പിടിച്ച് ഇല്ലാതായി കിടക്കുന്ന ഒരു മുനിസിപ്പൽ സ്റ്റേഡിയം ഉണ്ട്. EMS-ൻ്റെ പേരിലുള്ളതാണ്. ആ സ്റ്റേഡിയം എത്രയും വേഗം പ്രവർത്തന സജ്ജമാക്കി കായിക താരങ്ങൾക്ക് വിട്ടു നൽകണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് മുന്നണികൾക്ക് മുന്നിൽ ഈ വികസന രേഖയിൽ ജോസ് ചെല്ലപ്പൻ പ്രധാനമായി ഉന്നയിക്കുന്നത്. ഒപ്പം ലഹരിയെ പൂർണ്ണമായി നഗരത്തിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കണം. നഗരമാകെ CCTV ക്യാമറകൾ സ്ഥാപിക്കണം. സൈക്കിൾ ഗതാഗതം ഏറെ ഉള്ള നഗരമാണ് ആലപ്പുഴ. അവിടെ സൈക്കിൾ സഞ്ചരിക്കാൻ ഒരു പാത പ്രത്യേകമായി വേണം. ലൈഫ് ഭവന പദ്ധതികൾ മുടങ്ങിക്കിടക്കുകയാണ്. അത് എത്രയും വേഗം ആരംഭിക്കണം. അങ്ങനെ നീണ്ട ഒരു ലിസ്റ്റാണ് ഈ മുന്നണികൾക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഇത് ആര് നടപ്പാക്കുന്നു അവർക്ക് പിന്തുണ, അവർക്ക് ആലപ്പുഴ ഭരിക്കാം എന്നുള്ളതാണ് ജോസ് ചെല്ലപ്പൻ പറയുന്നത്. എന്തായാലും ഒരു വാക്കിൻ്റെ പുറത്ത് മാത്രം ഇതൊന്നും നടക്കില്ല. അതിന് ചില പദ്ധതികൾ കൂടി ജോസ് ചെല്ലപ്പൻ വെച്ചിട്ടുണ്ട്. എന്തായാലും ഇനി കേവലം 4 ദിവസം കൂടി മാത്രമാണ് ഇതിനൊക്കെ ഉള്ളത്. 21-ാം തീയതിയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സത്യപ്രതിജ്ഞ വരുന്നത്. അതിന് മുമ്പായി തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. എന്തായാലും ഏത് മുന്നണി ഇത് അംഗീകരിക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.